നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഒരു പഴയ മൺകുടം എങ്ങനെ പെയിൻറ് ചെയ്ത് ഭംഗിയാക്കാം എന്ന് നോക്കാം. ആദ്യം അതിലെന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി ഉണക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയാലും മതി. കാരണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മൺകലം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. പെയിൻറ് ചെയ്യാൻ സാധാരണ വീട്ടിലൊക്കെ പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് കളർ പെയിൻറ്റാണ്. ഇനി ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലുള്ള പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് വീട്ടിൻ്റെ മതിലിലും മറ്റു ചില ഭാഗങ്ങളിലൊക്കെ പെയിൻറ് ചെയ്തിട്ട് ബാക്കി വന്ന പെയിൻറ്റാണ്. പിന്നെ അക്രിലിക് പെയിൻറ്റ് കൂടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെയിൻറ് ചെയ്യാൻ ആവശ്യമായ ബ്രഷുകളും വേണം. ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു ബ്രഷും ഒരു ചെറിയ ബ്രഷും ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്രഷ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സാധാരണ ചുമരിലൊക്കെ പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ പരന്ന ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോട്ട് മൊത്തം പെയിൻറ് ചെയ്യുമ്പോൾ നല്ലതാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് പെയിൻറ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഈ പാത്രം മുഴുവനായിട്ട് ഞാൻ പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഏകദേശം മൺപാത്രത്തിൻ്റെ അതേ കളറിലുള്ള പെയിൻറ് ആയതുകൊണ്ട് പാത്രത്തിനൊരു തിളക്കവും വൃത്തിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ ഈ പെയിൻറ് തന്നെ ചെയ്യുന്നത്. ഇനി ഒരു അരമണിക്കൂർ നേരം ഇത് വെയിറ്റ് ചെയ്യണം. പെയിൻറ്റ് താഴെയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയതായിട്ട് കാണുമ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് പാത്രത്തിന് മേലെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഔട്ട്ലൈൻ ഇല്ലാതെ ഡയറക്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ വരയ്ക്കാവുന്നതാണ്. ഇനി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടത് യെല്ലോ കളർ, ഓറഞ്ച് കളർ, റെഡ് കളർ, ഈ 3 കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം യെല്ലോ കളറിൽ പെയിൻറ്റ് ചെയ്യാണ്. അക്രിലിക് കളർ ഈ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി മാത്രമേ അക്രിലിക് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ബ്ലാക്ക് കളറ് സാധാരണ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളറ് ആദ്യം ഓറഞ്ച് കൊടുത്തതിന് ശേഷം, പിന്നെ ആദ്യം യെല്ലോ കളർ കൊടുത്തതിന് ശേഷം പിന്നെ ഓറഞ്ചും റെഡും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ പേപ്പറിൽ വരച്ചതിൻ്റെ അത്രയ്ക്കൊന്നും പെർഫെക്ഷൻ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ കഴിയും. കാരണം മൺപാത്രത്തിൻ്റെ നടുഭാഗം തള്ളി നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരയ്ക്കുമ്പോൾ തോന്നും. എന്നാലും കുഴപ്പമില്ല. പാത്രം നേരെ വെക്കാതെ കുറച്ച് ചരിച്ച് വെച്ചിട്ട് പെയിൻറ് ചെയ്താൽ മതി. ഇപ്പോൾ ബ്ലാക്ക് കളർ കൊണ്ട് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നേരത്തെ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ മുകളിലായിട്ട് വരയ്ക്കുകയാണ്. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം ഇതിൽ കൂടുതലും ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി മാത്രമേ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് വെള്ളം തട്ടിയാൽ ഒലിച്ചു പോകാത്ത രീതിയിലുള്ള ഏത് പെയിൻറ്റ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു പക്ഷീനെയാണ് വരയ്ക്കുന്നത്. അതല്ല നിങ്ങളൊരു ട്രീ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഔട്ട്ലൈനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരയ്ക്കാമല്ലോ. ഡയറക്റ്റായിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, പുല്ലുകളും ചെടികളും ഒക്കെ വരയ്ക്കുകയാണ്. ഇനി പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു ചെടി കൂടെ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയാവും. ഇതിൽ നേരിട്ട് മണ്ണ് നിറച്ചിട്ട് വേണമെങ്കിൽ ചെടി നടാം, അല്ലെങ്കിൽ ഉള്ളിൽ കുറച്ച് തുണിയോ പേപ്പറോ നിറച്ച് വെച്ചതിന് ശേഷം ചെടി ചട്ടിയോടെ ഇതിൽ ഇറക്കി വെക്കാം. ചെറിയ പ്ലാസ്റ്റിക് പോട്ടിലുള്ള ചെടിയാവുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഇറക്കി വെക്കാൻ കഴിയും. ഇത് ഞാൻ വീട്ടിനുള്ളിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻഡോർ പ്ലാന്റാണ് ഇതിൽ വെക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ചെറിയ ബ്ലാക്ക് കളറിൽ ഉള്ള പെയിൻറ്റ് കൊണ്ട്, ബ്രഷ് കൊണ്ട് എല്ലാം ഒന്ന് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതിലൊരു ചെടി ഇറക്കി വെച്ചിട്ട് വീടിനകത്ത് വെച്ചു. മൺചട്ടിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ റിങ് ഇല്ലേ, അത് പെയിൻറ് ചെയ്തിട്ട് അതിന് മേലെയാണ് ഈ പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്